സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രഭാഷണവുമായി വീണ്ടും ആത്മാവിൽ നിങ്ങളെ സന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്കൊരു അവസരം കൂടെ തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് ആകാശഭൂമി മാറിപ്പോകുമ്പോഴും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത വിധത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ മാത്രം ദൈവാത്മാവ് ക്രമീകരിച്ചിരിക്കുന്ന ആ നിർമ്മലമായ സത്യവചനത്തിലേക്ക് നമുക്ക് തിരിയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നാൽ അതിനു മുമ്പായി ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രസംഗ രീതിയിൽ ഉള്ള ഒരു സന്ദേശമായിട്ടല്ല ഞാൻ TV യിൽ സംസാരിക്കുന്ന അധിക പങ്കും. കാരണം ഇത് പബ്ലിക്കിനോട് സംസാരിക്കുന്നതായതുകൊണ്ട് ഒരമ്മച്ചിക്ക്, ഒരപ്പച്ചന്, ഒരു ബാലന്, ഒരു ബാലികയ്ക്ക് മനസ്സിലാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ, ഇതുമായിട്ട് അത്ര അടുത്ത പരിചയമില്ലാത്ത, അറിവില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാകണമെന്നുള്ള താല്പര്യത്തോടു കൂടെ ആയതുകൊണ്ടും, അങ്ങനെ നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിക്കണമെന്നുള്ള താല്പര്യം കൊണ്ടും ഞാനിത് വളരെ സ്ലോവിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളോട് ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ മുമ്പിൽ ദയയോടെ പറയുകയാണ്. കൂടാതെ ഈ എപ്പിസോഡ് നിങ്ങൾ ലിങ്ക് കണ്ടു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പങ്കിടണം, അഥവാ അത് അവർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞതിന് എല്ലാത്തിനും കൂടെ താല്പര്യം നിങ്ങൾ ഇതിനകത്തൊരു പങ്കാളിയായി തീരണം. ഇപ്പം എന്നെ നിങ്ങൾ അടുത്ത് വന്ന് കാണേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നെ ഇതിൽ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, എനിക്ക് കാണണമെന്നില്ല. നിങ്ങളിതിൽ പങ്കാളിയായാൽ മതി. ദൈവകാര്യത്തിൽ, ദൈവവേലയിൽ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ ആ കടപ്പാട്, സമൂഹത്തോടുള്ള നമ്മുടെ കടമ, ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ കൃത്യത പാലിക്കുന്നില്ലെങ്കിൽ ധാർമ്മികമായി അത് വളരെ താണുപോയി. എന്നതുപോലെ ഞങ്ങൾ അറിയുന്ന ഈ നിർമ്മലമായ സത്യം നിങ്ങളോട് പറയാതിരുന്നാൽ, നിങ്ങൾ അറിയിക്കാതിരുന്നാൽ ഞങ്ങൾക്കും അത് ധാർമ്മികമായ അധപ്പതനമാണ്. പോകട്ടെ, അതിനേക്കാൾ ഉപരി ദൈവം ഞങ്ങളോട് ഇത് കൽപ്പിച്ച് എല്ലാ മണ്ഡലത്തിലും നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ മണ്ഡലം, സാമൂഹിക മണ്ഡലം, മതപരമായ മണ്ഡലം, അതുപോലെ ഈ സാമ്പത്തികമായ ഉന്നതിക്കുള്ള ആ മണ്ഡലം, ഇങ്ങനെ ഭൗതിക മേഖലകളിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയിൽ നിന്നൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഇതാണ്. ഈ ദൗത്യം ഞങ്ങൾ വളരെ ആവോളം വിശ്വസ്തയോടെ, ദയാപൂർണരായ സ്നേഹത്തോടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന് ഓർക്കുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. ഇതിനോട് സഹകരിക്കുവാൻ എല്ലാവിധത്തിലും നിങ്ങളുടെ സ്നേഹത്തെയും സഹകരണത്തെയും ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി അതിനായിട്ട് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുവാൻ മനസ്സ് വെച്ച് നോക്കി കാത്തിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരെ അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പലരും പലതര പ്രശ്നങ്ങൾ കൂടെ, പ്രയാസങ്ങൾ കൂടെ, വാർദ്ധക്യത്തിൽ കൂടെ മടുത്തവരായി, ജീവിതത്തിൽ തന്നെ കർത്താവെ അവർ തളർന്നവരായി കഴിയുന്നു. നീ അവരെ ആശ്വസിപ്പിക്കണം, നീ അവരെ ധൈര്യപ്പെടുത്തണം. അവരുടെ ആയുസ്സ് തീരുവോളം അവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും സൗഖ്യവും കൽപ്പിക്കണം. നീക്ക് പോകും വിടുതലും കൽപ്പിക്കണം. കുടുംബസമാധാനം നൽകണം. അവിടുന്ന് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന് നാമം ചൊല്ലി ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു.
ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് സമൂലമായി നിയന്ത്രിക്കണമേ. ആത്മാവിൻ്റെ നിയോഗവും നിയന്ത്രണമില്ലാത്ത ഒരു വാക്കുച്ചരിപ്പാനിട വരരുന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 24-ന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. 24-ന്റെ 8-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ന്റെ 8 വായിക്കാം. മത്തായി 24-ന്റെ 8, മർക്കോസ് 13-ന്റെ 8. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. യെസ്, മർക്കോസ് 13-ന്റെ 8. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അപ്പൊ ഈ കാര്യങ്ങൾ യേശു ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതാണ്. പറഞ്ഞ വിഷയം ശ്രദ്ധിച്ച് കേട്ടവരായ 2 പേർ എഴുതി വെച്ചു. ആ 2 പേരിൽ ഒന്ന് മത്തായിയാണ്, മറ്റൊന്ന് മർക്കോസാണ്. ആ 2 നമ്മൾ വായിച്ചും കേട്ടു. ഒരാൾ എഴുതിയപ്പോൾ പറഞ്ഞു ഭ്രമിച്ചു പോകരുത്. ഒരാൾ എഴുതിയപ്പോൾ പറഞ്ഞു ചഞ്ചലിക്കരുത്. ഇത് സംഭവിക്കേണ്ടത് തന്നെ എന്നുള്ള ആ വചനത്തിൻ്റെ ആദ്യ പാഠം എന്ന പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് ചിന്തിക്കുന്നത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ, മറ്റൊന്നിൻ്റെ മുന്നറിയിപ്പാണത്രേ, തുടക്കമാണത്രേ, അതിലേക്കുള്ള പ്രവേശനത്തിനുള്ള അവസരമായി അത്രേ. ഇതത്രേ പറയും ഈറ്റുനോവിൻ്റെ ആരംഭം. അപ്പോൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നറിയിപ്പിനകത്ത് 2 തരം ഈറ്റുനോവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈറ്റുനോവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബഹുമാന പുരസ്സരം നിങ്ങളെ അത്യധികം സ്നേഹിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങളൊരു വിഷയം പറയുന്നതിന് മുമ്പ് ആഴ്ചകൾ, മാസങ്ങൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ പരിശോധിച്ച് പഠിച്ച് ശരിയാണെന്ന് പരിശുദ്ധാത്മ ബോധ്യം വരുത്തിയാൽ മാത്രമേ പറയൂ. അങ്ങനെ ബോധ്യം വരുത്തിയതാണ് പറയുന്നത് 2 തരം ഈറ്റുനോവ്. ഒന്ന് മനുഷ്യൻ്റെ ഈറ്റുനോവ്, അതാണ് ഇപ്പോൾ വായിച്ചത്. ഈറ്റുനോവ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഡെലിവറി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡെലിവറി, മലയാളത്തിൽ പറയുമ്പോൾ പ്രസവം. ഇന്ന കാര്യം ഇറക്കിയെങ്കിൽ അത് ഡെലിവറിയായി, ഇന്ന കാര്യം വന്നെങ്കിൽ അത് ഡെലിവറിയായി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ആ കാര്യം സാധ്യമായി എന്നതുപോലെ ഇതൊരു ഈ ഡെലിവറിയാണ്. സ്തോത്രം. അപ്പോൾ ഓർക്കുക, ഡെലിവറിയുടെ ആരംഭം. ഈ ഡെലിവറിയുടെ പെയിൻ ആരംഭിക്കുന്ന സമയത്ത് സഹോദരിമാരെ, ബന്ധപ്പെട്ടവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഒരു പക്ഷേ അന്നോ ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ ആകാം ഡെലിവറി നടക്കുന്നത്. പക്ഷെ എന്തായാലും ഡെലിവറിയുടെ ആരംഭമാണ്. അത് അമ്മയ്ക്ക് മനസ്സിലായി, വേണ്ടപ്പെട്ട അറിവുള്ളവർക്ക്, പരിചയക്കാർക്ക് മനസ്സിലായി. ഇതുപോലെ ഡെലിവറിയാണ്. അപ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭം. ഈറ്റുനോവിൻ്റെ ആരംഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഈറ്റുനോവ് എന്ന് എഴുതിയത് റോമാലേഖനം 8:22 കൂടെ ഒന്ന് നോക്കിയാട്ടെ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സർവസൃഷ്ടിയും ഇന്ന് ഇതുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഈറ്റുനോവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഡെലിവറിക്ക് അടുത്ത് ടൈമായിരിക്കുന്ന, ഡോക്ടർ പറഞ്ഞ ടൈമായിരിക്കുന്ന ഒരു സഹോദരി അതിൽ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഡെലിവറി വരുന്നതിന് മുമ്പ് അവിടെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും, ജാതിയോടും രാജ്യത്തോടും എതിർക്കും. അപ്പോൾ ജാതിയോടും രാജ്യത്തോടും എതിർക്കുമെന്ന് പറയുമ്പോൾ കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലും കേട്ടേ പറ്റൂ, പറയാൻ ഇഷ്ടമില്ലെങ്കിലും പറഞ്ഞേ പറ്റൂ. എത്ര നൂറ്റാണ്ടുകളായി ജാതികൾ തമ്മിൽ ഇവിടെ കിടന്ന് വെല്ലുവിളിക്കുന്നു, ബഹളം വെക്കുന്നു. അഥവാ വർഗീയതയുടെ പേരിൽ എന്തൊക്കെ നടക്കുന്നു. ഇതൊന്നും എൻ്റെ വിഷയത്തിൽ വരുന്നില്ല. എന്താണ് ഈറ്റുനോവ് എന്ന് പറയാനാ? ഈറ്റുനോവ്. അപ്പോൾ ഈറ്റുനോവ് ഒരു മുന്നറിയിപ്പാണെങ്കിൽ ആ ഈറ്റുനോവിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ട്?
എന്തുകൊണ്ട്? യെശയ്യാപ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തൊട്ടതാണെങ്കിലും അത് വിശദീകരിച്ചില്ല. യെശയ്യാപ്രവചനം 24-ന്റെ 4 മുതൽ 6 വരെ ഇന്ന് നോക്കാം. ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഞാനതിൽ നിന്ന് ഒരു വാക്ക് മാത്രം എടുത്ത് പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ടും നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതുകൊണ്ടും ആയതുകൊണ്ട് ഞാനതിൽ കൂടുതൽ വിശദീകരണത്തിൽ നിൽക്കാതെ, അതുകൊണ്ട് മനുഷ്യ ശിക്ഷ അനുഭവിക്കുന്നു. ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ, പ്രപഞ്ചത്തിനെതിനെ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതിഭാരമായിരിക്കുന്നു. അതിഭാരം. ഈ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകന്മാരെ കൊണ്ട് സർവ്വവല്ലഭനായ ദൈവം നേരത്തെ അരുളി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ സഭയുടെ കാലഘട്ടം അഥവാ സ്വർഗാരോഹണത്തിൻ്റെ കാലഘട്ടം ഏകദേശം 2025 വർഷമാകുന്നു. അതിൻ്റെ പുറകിലുള്ള 700 വർഷം മുമ്പാണ് യെശയ്യാവ് ഈ പ്രവചന അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ അധ്യായത്തിലാണ് പറഞ്ഞത്, മനുഷ്യർ ഇങ്ങനെ വല്ലാത്ത വിഷമത്തിലാവും. അങ്ങനെയാകുന്നെങ്കിൽ 2700 വർഷമായി ഈ പ്രവചനം പറഞ്ഞിട്ടിട്ട്. അപ്പം അന്നുണ്ടായിരുന്ന മനുഷ്യർ അതറിയണം. വിശേഷാൽ അന്നുണ്ടായിരുന്ന ഇസ്രായേൽ ജനം അതറിയണം. തലമുറയായി കഴിഞ്ഞു വരുന്ന പിന്നെയുള്ള തലമുറകൾ മനുഷ്യരത് അറിയണം. അതുകൊണ്ട് മനുഷ്യർ ഈ വിധത്തിൽ കഷ്ടത്തിലായി. ഭൂമിക്ക് ഒരു വിധത്തിലും ചെയ്യുന്ന പ്രവർത്തിക്കെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് മനുഷ്യനെ സഹായിക്കാൻ കഴിയാതെ വണ്ണമായി. അങ്കലാപ്പും ആവലാതിയും വേവലാതിയും പരാതിയും പരിവും വിമർശനവും അല്ലാതെ നമ്മുടെ പക്കൽ എന്നാ ഉള്ളത്? സ്തോത്രം. ഞാൻ ആരെയും ചെറുതോ വലുതോ ആക്കുകയല്ല. ഞാൻ പറഞ്ഞ ഈറ്റുനോവിൻ്റെ കാരണം എന്താണ്? ഈറ്റുനോവിലേക്കുള്ള ആരംഭമാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പവും. സ്തോത്രം. അതൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ, എല്ലാ കാലങ്ങളിലും ഉണ്ടാകുന്നുണ്ടല്ലോ. പോട്ടെ, ഇപ്പോൾ ഇത് കുറച്ച് കൂടിയിട്ടില്ലേ? അത് ഡെലിവറി അടുത്തു നിന്നാണ്. കേൾവിക്കാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓർത്തു വെച്ചോ, യേശുക്രിസ്തുവിൻ്റെ സഭ ഇവിടെ ഉണ്ട്. ആ സഭയ്ക്ക് അവൻ്റെ രാജ്യത്തിൽ അവനൊരുക്കുന്ന വീട്ടിൽ പോകാൻ സമയമായി എന്നുള്ളതിൻ്റെ അടയാളം. ഞാൻ പറഞ്ഞ ഈ മലയാള വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരരുത്. ഏറെ താമസിയാതെ ഇതിവിടുന്ന് പോകും. ചില യുക്തിവാദികളോ താർക്കികരായ ആൾക്കാരോ പറയാറുണ്ട്, നിങ്ങളിത് പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങൾ തന്നെ കഴിഞ്ഞില്ലേ എന്ന്. ഞങ്ങളും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും പറയാറുള്ളത്, ഒരു 50 കൊല്ലം മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ ഇന്നുള്ള ഈ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്ത് വന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരായ വളരെ ആളുകൾ അതിനകത്ത് ഉണ്ടാകുകയില്ലായിരുന്നു. കാലദൈർഘ്യത്തെക്കുറിച്ച് വേവലാതിപ്പെട്ട് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടെ. പത്രോസ് 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലൊന്ന് കേട്ടെ. കർത്താവ് ഈ സഭ എടുക്കപ്പെടാനുള്ള താമസത്തിൻ്റെ കാര്യം അപ്പോൾ നമുക്ക് മനസ്സിലാവും. 3:14 ഓർമ്മ വന്നെങ്കിൽ പറഞ്ഞതാണ് അത്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ച് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പേ. കർത്താവ് ഇനിയും കയറാൻ ഇതിനകത്തുള്ളവർക്ക് അവസരം കൊടുത്ത് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന്. സ്തോത്രം. പത്രോസ്ലീഹ ചെറുതായ 2 ലേഖനം എഴുതിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനമാണ്, സ്നേഹമാണ്, തൻ്റെ വാക്കുകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. താൻ വിദ്യാസമ്പന്നൻ അല്ലായിരുന്നു, കുടുംബ മഹിമകളൊന്നും അധികം പറയാനില്ലായിരുന്നു. കർത്താവ് ശിഷ്യനാക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ വചനത്തിൻ്റെ പ്രകാശനം, ദൈവരാജ്യത്തിൻ്റെ ദർശനം തനിക്ക് കൊടുത്തപ്പോൾ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ക്രമാനുഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തനിക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കർത്താവിന് ദീർഘക്ഷമയാണ്. അതിന് മുമ്പേ താൻ പറഞ്ഞത് കാലം ഒരുപാടായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോടുള്ള മറുപടിയായിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ആ അധ്യായത്തിൽ അതുകൊണ്ട് 2 പത്രോസ് 3 അപ്പോൾ അതുകൊണ്ട് ഈ പത്രോസിനെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ, ബഹുമാനമാണെന്ന് പറഞ്ഞാൽ, പത്രോസ് ശരിയായിരുന്നു എന്ന് വിചാരിച്ചാൽ എന്താണ് അതിനകത്ത് കാര്യമുള്ളത്? ഞാൻ പിന്നാലെയുള്ള എപ്പിസോഡിൽ വിശദമാക്കാം. ഒരു ഭാഗം തൊട്ട് വയ്ക്കാം. ഒരാളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കുടുംബ ബന്ധത്തിലാണോ, സഹായ ബന്ധത്തിലാണോ, അഥവാ ആത്മീയ ബന്ധത്തിലാണോ? ആത്മീയ ബന്ധത്തിലാണ് എനിക്ക് പത്രോസ്ലീഹയോട് ഇഷ്ടമുള്ളത്, ഞാൻ ബഹുമാനിക്കുന്നത്. എത്ര തലമുറ പുറകോട്ട് നോക്കിയാലും പത്രോസിൻ്റെ കുടുംബ പാരമ്പര്യത്തിലല്ല ഞാനുള്ളത്, സഹായം ലഭിച്ച പാരമ്പര്യത്തിലുമല്ല ഉള്ളത്. പിന്നെ എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം? അദ്ദേഹം ഒരു ആത്മീയനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. യേശു ശിഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന് ശുശ്രൂഷ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടം തന്നെ അനുകരിക്കുന്നതിലേക്ക് വന്നു. തന്നെ അനുകരിക്കുന്നതിലേക്ക് വന്നില്ലെന്നിരിക്കട്ടെ, ഇതെല്ലാം വെറും പൊള്ള പറയുന്നതാണ്, പൊങ്ങച്ചം പറയുന്നതാണ്. തന്നെ അനുകരിക്കുന്ന ഒരു വ്യക്തി ആയപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം വന്നത്. അതുകൊണ്ടാണ് ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്. ബാക്കി അങ്ങ് പിന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവിന് ദീർഘക്ഷമയാണ് യേശുവിൻ്റെ വരവിനുള്ള താമസം. ആത്മീയ പഠിതാക്കളും ശാസ്ത്രജ്ഞരും ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരും കഷ്ടപ്പെടുന്നവരായവർ ചോദിച്ചു പറഞ്ഞു, 30 വർഷം 40 വർഷം 50 വർഷം മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ എത്രയോ പേർ അഗ്നിതടാകത്തിലേക്ക് പോകുമായിരുന്നല്ലോ. അവരിതിനകത്ത് കൊണ്ടുവരാനുള്ള സമയത്തിന് വേണ്ടിയുള്ള ദീർഘക്ഷമയാണ് യേശുവിൻ്റെ വരവിന് താമസം. ഡെലിവറി വരാൻ സമയമായപ്പോഴാണ് ഈറ്റുനോവ് വന്നത്. ഇങ്ങനെ എന്നെക്കൊണ്ട് ചിട്ടയായി പറയിപ്പിക്കാൻ ദൈവാത്മാവ് തൊട്ടുണർത്തി വിളിച്ചുണർത്തി ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് തന്നത് ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ പ്രേക്ഷകരായ ശ്രോതാക്കൾക്ക് വേണ്ടി. അവിടെ മതമില്ല, ജാതിയില്ല, നിറമില്ല, പ്രായമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, കുടുംബ വ്യത്യാസമില്ല, മറ്റ് ഒരു വ്യത്യാസങ്ങളും മാറ്റങ്ങളുമില്ല. പറഞ്ഞ കാര്യം ഓർക്കുവാനിടയാകട്ടെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ 2 കൂട്ടർ ഈറ്റുനോവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കൂട്ടരെയാണ് പറഞ്ഞത്, അത് മനുഷ്യരാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മൾ ഞരങ്ങുന്നു. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്.
ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പല്ല, ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കൂടാണ്. തത്തയെ ഇട്ടിരിക്കുന്ന കൂടല്ല വലുത്, തത്തയാണ് വലുത്. തത്തയ്ക്ക് വേണ്ടിയാണ് കൂടുണ്ടാക്കിയത്. പട്ടികളെ ഇട്ടിരിക്കുന്ന ആ കൂടല്ല വലുത്, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കൂട്. ഓരോരുത്തരുടെയും ശരീരം ദൈവം തന്ന ജീവൻ ആകുന്ന ആത്മാൻ വസിക്കാനുള്ള കൂടാണ്. സ്തോത്രം. അപ്പം അതുകൊണ്ട് ആ കൂട് പൊളിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കൂട് ആത്മാവുമായിട്ട് ടാറ്റ പറയുമ്പോൾ, രണ്ടായി പിരിയുമ്പോൾ ഓർക്കുക എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ ആഗ്രഹമുള്ളവർ ലൂക്കോസ് 16-ാം അധ്യായം പിന്നീട് വായിച്ചാൽ മതി. ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനിടയാകട്ടെ, രണ്ട് കൂട്ടരിൽ ഒരു കൂട്ടർ നമ്മളാണ്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:17 വായിച്ചേ. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നശിച്ചു പോകയില്ലതാനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ഈ മാർഗം ക്ഷമയുടെ മാർഗമാണ്. പകരത്തിൻ്റെ മാർഗമല്ല, പ്രതികാരത്തിൻ്റെ മാർഗമല്ല. ഈ മാർഗം വൈരാഗ്യത്തിൻ്റെ മാർഗമല്ല, പകയുടെ മാർഗമല്ല. രണ്ട് പ്രധാന ഐറ്റത്തിൻ്റെ മാർഗമാണ്. ഒന്ന് ക്ഷമ, രണ്ട് സ്നേഹം. ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞതേ, ക്രിസ്തുയേശുള്ള ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നാണ്. വിരോധികളോടും ഉപദ്രവിക്കുന്നവരോടും അങ്ങനെ ദോഷിക്കുന്നവരോടും നിന്ദിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരോടുമായ ഞങ്ങളുടെ ആദ്യ സ്വഭാവം ക്ഷമയും അതിൻ്റെ പിറകിലെ കാര്യം സ്നേഹവുമാണ്. ആ സ്നേഹനിമിത്തം ഞങ്ങളിത് നേടും, ഞങ്ങളുടെ പ്രാണനെ നേടും. അല്ല, ഞങ്ങൾ പകർന്ന് തീർക്കാനായി തുടങ്ങിയാലോ ആരും ആരേക്കാൾ മോശമല്ലല്ലോ. ആ ഭാഗം ഞാൻ അവിടെ കട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ തോറ്റ് നശിക്കുകയല്ല, ജയിച്ച് കയറുകയാണ്. മറക്കണ്ട, ജയിച്ച് കയറുകയാണ്. എന്തിനു ജയിച്ച് കയറുന്നു? സ്തോത്രം. ഞങ്ങൾ ഉറക്കെ പറയും, ധാരാളം പറയും, ഇന്ത്യ സർക്കാരിന് ഞങ്ങളെ കൊണ്ട് എന്നാ ദോഷം, ബുദ്ധിമുട്ട്? അവർക്ക് എന്തെങ്കിലും തലവേദന ഞങ്ങളെ കൊണ്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിലെ വാക്താക്കളായി ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, മതത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല. ഞങ്ങളുടെ നിഘണ്ടുവിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വാക്കുകളിൽ മതമില്ല. ഞങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല, കയ്യേറ്റമില്ല, ഉപദ്രവമില്ല. ഞങ്ങളെ തന്നെ പറയുകയല്ല. ഞങ്ങളെ ക്രിമിനൽ കുറ്റത്തിൽ പിടിക്കപ്പെട്ടിട്ട് എത്ര പേരുണ്ട് ജയിലുകളിൽ? ഞങ്ങളെ സാൻമാർഗിക കാര്യങ്ങളിൽ അഥവാ ഇവിടെ നടക്കുന്ന കൊള്ളയും മോഷണവും തട്ടിപ്പും വെട്ടിപ്പും നുണയും ഈ വിധമായിരിക്കുന്ന വളരെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്താൻ ഒരു ബോർഡിൽ, വലിയ ബോർഡിൽ എഴുതാനുണ്ടല്ലോ. അതിലെത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഞങ്ങൾ? ഞങ്ങളുടെ മാർഗം അതല്ല. ഞങ്ങളുടെ മാർഗം അതല്ല. പട്ടിണിയുടെ മുഖത്തും ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ദൈവമേ അങ്ങേക്ക് നന്ദി. ഈ ആരോഗ്യത്തിന്, ഈ സൗകര്യത്തിന്, ഈ സൗഖ്യത്തിന്, ഈ ബലത്തിന്, ഈ ആയുസ്സത്തിന് നന്ദി, നന്ദി, നന്ദി. അതുകൊണ്ട് അനധികൃതമായി, അനാവശ്യമായി വലയുന്ന, വേദന അനുഭവിക്കുന്ന
കഷ്ടത പേറുന്നവരായ സകല പേരോടുമായി ഞാൻ പറയട്ടെ, ഏത് നേരത്തും സമയത്തും ഞങ്ങളുടെ കർത്താവ് ആകാശമണ്ഡലത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർക്കും. സമയം ആഗതമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഈറ്റുനോവാണ് ഇപ്പോൾ ഭൂതലത്തിൽ കേൾക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല യുദ്ധം, ഇന്ത്യയിൽ മാത്രമല്ല ഭരണത്തകർച്ച, ഇന്ത്യയിൽ മാത്രമല്ല ഈ വിധത്തിലുള്ള അന്യോന്യമുള്ള പോർവിളികൾ, ഇതെല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, എല്ലായിടങ്ങളിലും ഉണ്ട്. മാറി മാറി വരുന്നതേ ഉള്ളൂ. എല്ലായിടത്തും യുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ യുദ്ധം ഉണ്ടാകും, അവിടെ ക്ഷാമം ഉണ്ടാകും, അവിടെ പട്ടിണി ഉണ്ടാകും. ചുരുക്കി പറയാം, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ആഹ്വാനം ചെയ്യാനുള്ളത്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ ലോകത്തോടു കൂടെ നശിച്ചു പോകരുത്, നഷ്ടപ്പെടരുത്, അന്യപ്പെടരുത്. നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരം എന്ന കൂട് പൊളിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ ദൈവസന്നിധി സുരക്ഷിതമായി കിട്ടണം. അതത്രേ ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഞങ്ങളെ ആരെങ്കിലും വാരിക്കോരി സഹായിച്ചത് കൊണ്ടല്ല ഇത്. വിദേശ രാജ്യങ്ങൾ ഞങ്ങൾക്ക് വാരിക്കോരി തരുന്നത് കൊണ്ടല്ല. ഓർക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് വിവിധ കാര്യങ്ങളിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈറ്റുനോവിൻ്റെ ആരംഭമാണ് ലോകത്തിൻ്റെ സംഭവം. ഭാരതത്തിൻ്റെ സംഭവം അതാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംഭവം അതാണ്. ആരെയും പറഞ്ഞിട്ട് വിശേഷമില്ല. ആരെയെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം പിടിവിട്ടിരിക്കുന്നു. ചരട് പൊട്ടിയ പട്ടം പോലെയാണ് ഭാരതം. ലോകം മുഴുവനും അങ്ങനെയാണ്, ഓരോ രാജ്യങ്ങളും അങ്ങനെയാണ്. അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അവരുടെ നിയന്ത്രണം നിൽക്കുന്നില്ല, ഒതുങ്ങുന്നില്ല. പിന്നെ കുറേ ബലാബലവും മുഷ്ടിബലവും കുറേ ആൾനാശവും കുറേ വെടിവെപ്പും കുറേ ജയിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഉരുണ്ട് പിറക്കി ഞാൻ പോകുന്നതേ ഉള്ളൂ. പോകാം, അധികം കാലം ഇതിന് നീളുകയില്ല. ഇതിനു മുമ്പ് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ തനതായ തലം ഇതാണ്. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ആ ഡെലിവറിയുടെ സഭ എന്ന സൗധം കർത്താവ് എടുക്കപ്പെടുന്ന ആ ഡെലിവറിയുടെ സമയമാകുന്നത് കൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറയില്ല. ഒരു കോംപ്രമൈസ് കൊണ്ട് ഇത് ഒതുങ്ങില്ല, തീരില്ല. കാരണം മനുഷ്യ മനസ്സുകൾ അത്ര കഠിനപ്പെട്ടിരിക്കുന്നു, അത്ര വഷളായിരിക്കുന്നു. പാപത്തിൽ അവർ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. അവർ നിത്യനിയമത്തെ ലംഘിച്ചിരിക്കുന്നു. നിത്യനിയമം ദൈവത്തിൻ്റെ നിയമമാണ്. ശരി, കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ ഈ നല്ല പകലിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നത്തെ സന്ദേശം കേട്ടവരായ പ്രിയപ്പെട്ടവരോട് ദൈവം ഇടപെടുമാറാകണമേ. ഈറ്റുനോവിൻ്റെ ആരംഭമായ ലോകസംഭവങ്ങൾ കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തെ സംഭവങ്ങൾ ഓരോന്ന് കാണുമ്പോൾ അങ്ങയുടെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ ഉള്ളം തുടിക്കുന്നത് പോലെ എൻ്റെ വരവിൻ്റെ ശബ്ദം കേൾക്കുന്നല്ലോ എന്നുള്ള ആ തുടിപ്പ് മറ്റ് കേൾവിക്കാരായ സകലർക്കും ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വല്ലാത്ത വരുവാനിരിക്കുന്ന നാശങ്ങളിൽ നിന്ന് ഈ ജനത്തെ വിടുവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കരം നീട്ടി അവരെ സഹായിക്കണമേ. അവരുടെ അറിവില്ലായ്മ എല്ലാവരോടും ക്ഷമിക്കണമേ. അവരുടെ പാപത്തെ ക്ഷമിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വിശുദ്ധ ദിനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.